പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന രസികൻ ചെറുകഥ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് വരാം. എട്ടുകാലി മമ്മൂഞ്ഞ്. എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഗർഭമായി കണ്ടാൽ അത് ഞമ്മളാണ് എന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് അന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിനൊന്നും മേൽപ്പടിയാൻ ധൈര്യമില്ലായിരുന്നു. പ്രസിദ്ധ കള്ളന്മാരായ ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ എന്നിവരുടെ ഒരനുഭാവിയായിരുന്നു എട്ടുകാലി മമ്മൂഞ്ഞ്. എന്നിരുന്നാലും അവരുടെ ഇടയിൽ വലിയ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പർക്ക്. പോക്കറ്റടിക്കാരനായിരുന്ന മണ്ടൻ മൂത്താപ്പ, മുച്ചീട്ടുകളിക്കാരനായിരുന്ന ഒറ്റക്കണ്ണൻ പോക്കര് എന്നിവരും എട്ടുകാലി മമ്മൂഞ്ഞിനെ വലിയ കാര്യമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലം മുമ്പ് സാമാന്യം ഭേദപ്പെട്ട ഒരു എട്ടുകാലിയായിരുന്നുവെന്നേ മമ്മൂഞ്ഞിനെ കണ്ടാൽ തോന്നൂ. തല വളരെ ചെറുതും പൊക്കം വളരെ കുറവുമാണ് മൂപ്പർക്ക്. ആകെ കൂടി മമ്മൂഞ്ഞിന് അഭിമാനിക്കുവാനുള്ളത് മീശയാണ്. അത് 2 വശത്തും ഓരോ മുഴം നീളത്തിൽ മൂപ്പരങ്ങനെ വളർത്തി വിട്ടിരിക്കുകയാണ്. വഴിയെ പോകുമ്പോൾ സ്ത്രീകളുടെ ദേഹത്ത് എട്ടുകാലി മമ്മൂഞ്ഞ് മീശ മുട്ടിക്കുമെന്നൊരു പരാതിയുമുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റി വേറൊന്നുള്ളത്, അദ്ദേഹം പുരുഷനല്ലെന്നുള്ളതാണ്, സ്ത്രീയുമല്ല, നപുംസകം. ഈ രഹസ്യം സ്ഥലത്തെ സ്ത്രീകൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇതെങ്ങനെയാണ് അവരറിഞ്ഞിട്ടുള്ളതെന്ന് ആർക്കും ഒരെത്തും പിടിയുമില്ല. എട്ടുകാലി മമ്മൂഞ്ഞിനെ കോട്ടു മമ്മൂഞ്ഞി എന്നും ആളുകൾ വിളിക്കാറുണ്ട്. 4 or 6 പേര് കൂടി ചീട്ടു കളിക്കാൻ തുടങ്ങുമ്പോൾ മമ്മൂഞ്ഞി ചാടി എണീറ്റ് കോട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പതിവാണ്. അതിൽ നിന്നാണ് മൂപ്പർക്ക് കോട്ടു മമ്മൂഞ്ഞി എന്ന പേര് കിട്ടിയത്. മമ്മൂഞ്ഞിനെ കൊണ്ട് വല്ല കാര്യവും കാണാനുള്ളവർ ബഹുമാനപൂർവ്വം കോട്ട് സാഹിബ് എന്നും വിളിക്കാറുണ്ട്. എങ്കിലും പട്ടയത്തിൽ പതിഞ്ഞ പേര് എട്ടുകാലി മമ്മൂഞ്ഞി എന്നു തന്നെയാണ്. മൂപ്പർക്ക് എല്ലാവരോടും സ്നേഹമാണ്. ആരെന്തു പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ മൂപ്പരത് ചെയ്യും. മണ്ടൻ മുത്താപ്പയുടെ ചായക്കട അടിച്ചു വരുക, പാത്രങ്ങൾ കഴുകുക, വിറക് കീറിക്കൊടുക്കുക, സ്ഥലത്തെ 2 പോലീസുകാരുടെ ബെൽറ്റ് പോളിഷ് ചെയ്യുക, അവരുടെ തൊപ്പിയിലുള്ള നമ്പർ പൊടിമണ്ണിട്ട് തൂത്ത് പൊന്നുപോലെയാക്കുക, പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി അടിച്ചുവാരി ക്ലീനാക്കുക എന്നു വേണ്ട ആർക്കും എന്തും ചെയ്യും മൂപ്പര്. എന്നാലും എട്ടുകാലി മമ്മൂഞ്ഞിനെ ആരും സ്നേഹിക്കുന്നില്ല. തന്നെയുമല്ല, മൂപ്പരെ പറ്റി അവജ്ഞതയോടെ "ഓ, എട്ടുകാലി മമ്മൂഞ്ഞോ" എന്നേ സ്ഥലവാസികൾ പറയൂ. എട്ടുകാലി മമ്മൂഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്നു. സംഗതികൾ ഇങ്ങനെയിരിക്കെ സ്ഥലത്ത് ഒരു പ്രധാന സംഭവമുണ്ടായി. ഒരു ദിവസം ആനവാരി രാമൻ നായർ മണ്ടൻ മൂത്താപ്പയുടെ ചായക്കടയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പിറകിൽ നിന്ന് "അടേ ആനവാരി" എന്നൊരു വിളി കേട്ടു. ആനവാരി രാമൻ നായർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എട്ടുകാലി മമ്മൂഞ്ഞാണ്. ആനവാരി രാമൻ നായർക്ക് ദേഷ്യം വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആനവാരി രാമൻ നായരെ കയറി "അടേ ആനവാരി" എന്ന് വിളിക്കാൻ ലൈസൻസ് അധികം ആർക്കുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വിളിക്കുകയാണെങ്കിൽ തന്നെയും ആനവാരി രാമൻ നായർക്ക് അതിഷ്ടമല്ല. കാരണം അവരാരും ആനവാരി രാമൻ നായരുടെ സമത്വത്തിലുള്ളവരല്ലെന്നുള്ളതാണ്. മേൽപ്പടിയാനെ കയറി "അടേ ആനവാരി" എന്നു താഴെ പറയുന്നവർക്ക് വിളിക്കാം. പൊൻകുരിശു തോമ, ജനാബ് മണ്ടൻ മൂത്താപ്പ, ജനാബ് ഒറ്റക്കണ്ണൻ പോക്കര്, ബഹുമാനപ്പെട്ട 2 പോലീസ് മുരച്ചുകൾ, ഈ വിനീത ചരിത്രക്കാര്, ഞങ്ങളെ കൂടാതെ വേറെയും ചിലരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ്. സംഗതിയുടെ ഗൗരവം ഈ വിധമിരിക്കെ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഴുത്തിന് ഞെക്കിപ്പിടിച്ചു കൊന്നു വലിച്ചെറിഞ്ഞാലെന്താണെന്നു വരെ ആനവാരി രാമൻ നായർക്ക് തോന്നി. എന്നാൽ ആ ഭയങ്കര കൃത്യം നടക്കുന്നതിനു മുമ്പ് എട്ടുകാലി മമ്മൂഞ്ഞ് അടുത്തു ചെന്ന് ചോദിച്ചു, "സംഗതി അറിഞ്ഞോ?" ആനവാരി രാമൻ നായർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ എട്ടുകാലി മമ്മൂഞ്ഞ് ആ ഭയങ്കര രഹസ്യം പറഞ്ഞു കളഞ്ഞു. ആനവാരി രാമൻ നായർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതത്തോടെ ആനവാരി ചോദിച്ചു, "നേരോ?" എട്ടുകാലി മമ്മൂഞ്ഞ് മീശ വീണ്ടും പിരിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, "നേര്." അങ്ങനെ അവർ മണ്ടൻ മൂത്താപ്പയുടെ ചായക്കടയിലേക്ക് നടന്നു. വഴിക്ക് വെച്ച് നമ്മുടെ പൊൻകുരിശു തോമായെ കണ്ടു. കണ്ടയുടനെ എട്ടുകാലി മമ്മൂഞ്ഞ് ചോദിച്ചു, "അടേ പൊൻകുരിശേ, സംഗതി അറിഞ്ഞോ?" പൊൻകുരിശു തോമയ്ക്ക് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കാരണത്ത് പടപടയെന്ന് 6 എണ്ണം കൊടുക്കാൻ തോന്നി. കാരണം പൊൻകുരിശു തോമയെയും "അടേ പൊൻകുരിശേ" എന്ന് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഏതെങ്കിലും രാജപ്രമുഖൻ എന്നിവർ കൂടി വിളിച്ചാൽ തന്നെ മൂപ്പർക്കിഷ്ടമില്ല. കാരണം അവരൊന്നും
സമന്മാരല്ലല്ലോ. ആനവാരി രാമനായരെ കയറി ആർക്കെല്ലാം അടേ ആനവാരി എന്ന് വിളിക്കാമോ അവർക്കെല്ലാം പൊൻകുരിശ് തോമയെയും അടേ പൊൻകുരിശേ എന്ന് വിളിക്കാം. ആ പട്ടികയിൽപ്പെട്ട ആളല്ലല്ലോ നമ്മുടെ എട്ടുകാലി മമ്മൂനി. പൊൻകുരിശ് തോമ എട്ടുകാലി മമ്മൂനിനെ കയറി അടിക്കുന്നതിന് മുമ്പ് ആനവാരി രാമനായർ പൊൻകുരിശ് തോമയോട് ആ രഹസ്യം പറഞ്ഞു. പൊൻകുരിശ് തോമയും അത്ഭുതത്തോടെ ചോദിച്ചു, അടേ എട്ടുകാലി, നേരോ ഇത്? അപ്പോൾ എട്ടുകാലി മമ്മൂനി തൻ്റെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതും ഇതിലപ്പുറം ചെയ്യണ ഹറാം പിറന്നോനാണ് ഞമ്മള്. അങ്ങനെ അവർ മണ്ടൻ മൂത്താപ്പയുടെ ചായക്കടയിലെത്തി. അപ്പോൾ അവിടെ മണ്ടൻ മൂത്താപ്പ, ഒറ്റക്കണ്ണൻ പോക്കര്, സ്ഥലത്തെ 2 പോലീസ് മുരാച്ചികൾ എന്നീ മാന്യന്മാരുണ്ടായിരുന്നു. അവരോടും ആ രഹസ്യം എട്ടുകാലി മമ്മൂനി പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും ചോദിച്ചു, നേരോ ഇത്? എട്ടുകാലി മമ്മൂനി അതിന് സമാധാനം പറഞ്ഞില്ല. വളരെ ഗൗരവത്തോടുകൂടി മീശ പിരിച്ചുകൊണ്ട് മന്ദഹസിക്കുക മാത്രം ചെയ്തു. ഉടനെ മണ്ടൻ മൂത്താപ്പ പറഞ്ഞു, നമ്മുടെ വക എട്ടുകാലി മമ്മൂഞ്ഞിന് ഒരു ചായ. തന്നെയുമല്ല, ഒറ്റക്കണ്ണൻ പോക്കരുടെ വക 2 കഷ്ണം പുട്ട്, ആനവാരി രാമനായരുടെ വക കടലയ്ക്ക പുഴുങ്ങിയത്, പൊൻകുരിശ് തോമയുടെ വക 2 പഴം, 2 പോലീസ് മുരാച്ചികളുടെ വകയായി 1 വടയും 1 സുഗേനും. ഇങ്ങനെ ചായയെല്ലാം കുടിച്ച് ബീഡിയെല്ലാം വലിച്ച് സ്ഥലത്തെ പ്രധാനികളിൽ ഒരാളായി തീർന്നു എട്ടുകാലി മമ്മൂനി. ഞൊടിയിട കൊണ്ട് എന്നു തന്നെ പറയാം. എട്ടുകാലി മമ്മൂനി ചെയ്ത ധീരപ്രവൃത്തി നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. ഗാംഭീര്യമുള്ള ഒരു പുരുഷനെന്ന നിലയ്ക്ക് എട്ടുകാലി മമ്മൂനി പ്രശസ്തനുമായി. 2 പെണ്ണുങ്ങൾ കൂടിയാൽ അവരുടെ കുശുകുശുപ്പ് എട്ടുകാലി മമ്മൂനിൻ്റെ ധീരപ്രവൃത്തിയെ പറ്റിയാണ്. എന്നാലും എട്ടുകാലി മമ്മൂനി കേമനാണേ. ഇതാണ് സ്ത്രീകളുടെ പ്രസ്താവന. ഇനി പറയുവാൻ പോകുന്നത് എട്ടുകാലി മമ്മൂനിനെ കേമനാക്കിയ ധീരപ്രവൃത്തിയെ പറ്റിയാണ്. അതൊരു രഹസ്യമാണെന്ന് ഇതിനിടയ്ക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ സ്പീഡ് അല്പം കുറയ്ക്കുവാൻ പോകുകയാണ്. നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് ഒരു 2.5 മൈൽ ദൂരം പോകേണ്ടിയിരിക്കുന്നു. കുന്നിൻ ചെരുവിലേക്കാണ്. 2 കുണ്ടും കുഴിയുമെല്ലാം കടന്ന് നമ്മളങ്ങ് ചെല്ലുമ്പോൾ വൈക്കോൽ മേഞ്ഞ ഒരു ചെറിയ വീട് കാണും. അവിടെയാണ് സ്ഥലത്തെ പ്രധാന പിശുക്കനായ ഉണ്ടക്കണ്ണൻ അന്ത്രു താമസിക്കുന്നത്. മൂപ്പർക്ക് ചന്തയിൽ ഒരു കടയുണ്ട്. ചക്കര അല്ലെങ്കിൽ കരുപ്പെട്ടി വ്യാപാരം. ഉണ്ടക്കണ്ണൻ അന്ത്രു സ്ഥലത്തെ പ്രധാന പണക്കാരിൽ ഒരുവനാണ്. ആ മഹാൻ ധർമ്മം കൊടുക്കുകയില്ല, വായ്പ കൊടുക്കുകയില്ല, പണയത്തിനു പണം മൂപ്പര് കൊടുക്കുകയില്ല. ഈ പണമെല്ലാം എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആനവാരി രാമനായരും പൊൻകുരിശ് തോമായും കൂടി 2 പ്രാവശ്യം രാത്രി അവിടെ കയറി നോക്കിയിട്ടുള്ളതാണ്. ആ വീട്ടിൽ പെട്ടിയില്ല. പണം കുഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരിപൂർണ ബോധ്യം. അതെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പണത്തിൻ്റെ കാര്യം പോകട്ടെ, ഇപ്പോൾ നമുക്ക് പണം ഒരു പ്രശ്നമല്ലല്ലോ. ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ ഉമ്മ മരിച്ചതിനു ശേഷം വീട്ടിൽ അരിയും കൂട്ടാനും വെക്കാനും അടിച്ചു വാരാനും ആളില്ലാതെയായി. ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായി മൂപ്പരൊരു ചെറുപ്പക്കാരിയായ വേലക്കാരിയെ കൊണ്ടുവന്നു. അവരുടെ പേര് ഖദീജുമ്മ എന്നാണ്. അവൾക്ക് സർവ്വ ചെലവും കഴിച്ച് മാസം 2 അണ ശമ്പളമായിരുന്നു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ മനസ്സിൽ ഒരെരിച്ചിൽ ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഈ ശമ്പളത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം കണക്ക് കൂട്ടി നോക്കി. 1 കൊല്ലത്തിൽ 1.5 രൂപ, 10 കൊല്ലത്തിൽ 15 രൂപ, 100 കൊല്ലത്തിൽ 150 രൂപ. അദ്ദേഹം നടുങ്ങിപ്പോയി. ഉടനെ തന്നെ അദ്ദേഹം ഒരു മുസ്ലിയാരെ വരുത്തി നിക്കാഹ് ചെയ്ത് അവളെ കെട്ടിയോളാക്കി. എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു ഭാര്യയായാൽ പിന്നെ അവൾക്ക് ശമ്പളം കൊടുക്കേണ്ടല്ലോ. ആവശ്യമെന്ന് തോന്നുമ്പോഴൊക്കെ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു അവളെ ഇടിക്കുകയും ചെയ്യാം. എന്നാൽ സംഗതി അവിടം കൊണ്ടു നിന്നില്ല. ഖദീജുമ്മ അങ്ങ് പ്രസവിക്കാൻ തുടങ്ങി. 2-3 പ്രസവം കഴിഞ്ഞപ്പോൾ ഈ പ്രസവകാലത്ത് ഖദീജുമ്മയ്ക്ക് അരിയും കൂട്ടാനും വെക്കാനും മറ്റും വയ്യെന്നായി. ഇത് ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് ബോധ്യമാക്കുകയും ചെയ്തു. ഈ ദുർഘട സന്ധിയിൽ നിന്നും മോചനം നേടാൻ ഒരു വഴിയുണ്ടായി. ഖദീജുമ്മയുടെ ബന്ധത്തിൽപ്പെട്ട രാച്ചി എന്നു പേരായ 19 വയസ്സുകാരി ഒരു അവിവാഹിതയെ വേലക്കാരിയായി ഉണ്ടക്കണ്ണൻ അന്ത്രു കൊണ്ടുവന്നു. അവൾക്ക് 1.5 അണയായിരുന്നു മാസ ശമ്പളം. താജി വേലക്കാരിയായി വന്നു 2 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗർഭം. അതൊരു 9 മാസമായ പടുക്കയുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ ഗർഭസംബന്ധമായാണ് എട്ടുകാലി മമ്മൂനി അത് ഞമ്മളാണ് എന്ന് പറഞ്ഞത്. തിരിഞ്ഞോ? നാടൊട്ടുക്ക് എട്ടുകാലി മമ്മൂനി പറഞ്ഞു നടന്നെങ്കിലും താച്ചി അത് സമ്മതിച്ചില്ല. അവൾ പറയുന്നത് ആരുമല്ലെന്നാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ
പെണ്ണുങ്ങളെ കൊണ്ട് സത്യം പറയിക്കാൻ ലോകത്തിലെ മഹാന്മാർ പല രഹസ്യ വഴികളും കണ്ടുവച്ചിട്ടുണ്ട്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് സത്യം പറയിക്കാനുള്ള വഴികൾ എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ 33,33,333 വഴികളാണുള്ളത്. അതിൽ ഉണ്ടക്കണ്ണൻ അന്ത്രു സ്വീകരിച്ചത് വെറും 3 വഴികൾ മാത്രമാണ്. കുരുമുളക് പൊടിച്ച് പെണ്ണിൻ്റെ കണ്ണിൽ എഴുതുക, കത്തികൊണ്ട് പെണ്ണിൻ്റെ ദേഹത്തിലും ചെറിയ മുറിവുകളുണ്ടാക്കി മുളകും ഉപ്പും കൂടി അരച്ചു മുറിവായിൽ പുരട്ടുക, തീക്കനലെടുത്ത് അവളുടെ കൈവെള്ളയിൽ വയ്ക്കുക. ഈ 3 വഴികളിൽ ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് ഏറ്റവും ശരിയായി തോന്നിയത് മൂന്നാമത്തേതാണ്. കാരണം അതിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ താച്ചിയുടെ കൈവെള്ളയിൽ ഉണ്ടക്കണ്ണൻ അന്ത്രു തന്നെ തീക്കനൽ വച്ചു. പെണ്ണല്ലേ, എന്നിട്ടും അവൾ സത്യം പറഞ്ഞില്ല. അവൾ ആണയിട്ട് പറഞ്ഞു, ആരുമല്ല. സംഗതി ഈ പതനത്തിലെത്തിയപ്പോൾ ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വയ്യാതായി. വല്ല സുഖക്കേടുമായിരിക്കുമെന്ന് ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ ഭാര്യ പറഞ്ഞു. അങ്ങനെ സുഖക്കേടിലും ഗർഭത്തിലുമായി ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ ചിന്തകൾ കുറേ ദിവസം പാഞ്ഞു നടന്നു. പിന്നീട് അദ്ദേഹം അതത്ര കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹത്തിനു ചക്കര വ്യാപാരമാണ് ജോലി. അത് ധാരാളം ലാഭം കിട്ടുന്ന പണിയുമാണ്. ഈ ലാഭം കിട്ടുന്നതിൽ ഒരു രഹസ്യമുണ്ട്. ചക്കര വ്യാപാരം ചെയ്ത് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ അറിവിലേക്കായി ആ രഹസ്യം ഈ വിനീത ചരിത്രകാരൻ ഇവിടെ പറയാൻ പോകുന്നു. ഉടഞ്ഞതും തകർന്നതുമായ നല്ല ചക്കര വില കുറച്ച് വാങ്ങിക്കുക. അതൊരു വലിയ കലത്തിൽ വെള്ളമെല്ലാം ഒഴിച്ചു തീ കത്തിച്ചുരുക്കുക. എന്നിട്ട് ആ കലത്തിലേക്കു ധാരാളം തവിടും പിണ്ണാക്കുമിട്ട് നല്ല വെണ്ണമിളക്കി ചളി പരുവമാകുമ്പോൾ ചെറിയ ചിരട്ടകളിൽ പകർന്നു വയ്ക്കുക. അതുറച്ചു കഴിയുമ്പോൾ ചിരട്ടയിൽ നിന്നെടുത്ത് കൊട്ടയിൽ കുറേ വൈക്കോലുമിട്ട് അടുക്കി ഹായ് കൊച്ചു ചകര എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി വിൽക്കുക. എളുപ്പം ആരും പണക്കാരനാകും. ഇല്ലെങ്കിൽ വേറെ വഴി പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താച്ചിയുടെ ഗർഭത്തെ പറ്റിയാണല്ലോ. 11 മാസമായിട്ടും അവൾ പ്രസവിച്ചില്ല. അങ്ങനെയിരിക്കെ കുറേയധികം കാലമായിട്ട് ഒരു വൈദ്യൻ ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് 11 അണയോളം കൊടുക്കാനുണ്ടായിരുന്നു. നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടക്കണ്ണൻ അന്ത്രു ആ വൈദ്യനെ വിളിച്ചു കൊണ്ടുവന്ന് താച്ചയെ കാണിച്ചു. അത് ഗർഭമല്ലെന്ന് വൈദ്യൻ അഭിപ്രായപ്പെടുകയും എന്തോ കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ സ്ഥലത്തു നിന്ന് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരാം. ബാക്കി കഥകളെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ദിവസം ആനവാരി രാമൻ നായർ മണ്ടൻ മൂത്താപ്പയുടെ ചായപ്പീടികയിലേക്ക് പോകുമ്പോൾ ദുഃഖത്തോടെ എട്ടുകാലി മമ്മൂഞ്ഞി ആനവാരി രാമൻ നായരോട് വിളിച്ചു ചോദിച്ചു. ആനവാരി രാമൻ നായർ സ്തംഭിച്ചു പോയി. അദ്ദേഹം എന്തു പറയും? അവർ നടന്നു. വഴിക്ക് പൊൻകുരിശ് തോമായെ കണ്ടു. ഗദ്ഗദത്തോടെ എട്ടുകാലി മമ്മൂഞ്ഞി ചോദിച്ചു, അടേ പൊൻകുരിശേ, സംഗതി അറിഞ്ഞോ? അവര് നമ്മുടെ പൊന്നാര മകനെ കൊന്നുകളഞ്ഞു. പൊൻകുരിശ് തോമായ്ക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. നിശബ്ദരായി അവർ മണ്ടൻ മൂത്താപ്പയുടെ ചായക്കടയിലെത്തി. തൊണ്ടവിറയിലൂടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞി മണ്ടൻ മൂത്താപ്പയോട് പറഞ്ഞു, അടേ മൂത്താപ്പ, സംഗതി അറിഞ്ഞോ? നമ്മുടെ പൊന്നാര മകൻ അവർ കൊന്നു കളഞ്ഞ്. മണ്ടൻ മൂത്താപ്പയ്ക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. ഈ ഘോര സംഭവം ഒറ്റക്കണ്ണൻ പോക്കരറിഞ്ഞു. സ്ഥലത്ത് 2 പോലീസ് മൂരാച്ചികളും അറിഞ്ഞു. എല്ലാവരും കൂടി ആലോചിച്ചിട്ടും ഒരു പോംവഴിയും കണ്ടില്ല. ഒടുവിൽ എട്ടുകാലി മമ്മൂഞ്ഞി പറഞ്ഞു, എൻ്റെ പൊന്നാര മകനെ കൊന്ന ഹറാം പിറന്നവൻ്റെ കൊടലുമല ഞമ്മൾ ഷൂടും. അപ്പോൾ പോലീസുകാരിൽ ഒരാൾ, ഷമീർ, എന്തെന്ന് വെച്ചാൽ ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ ബാപ്പയുടെ 2ാമത്തെ ഭാര്യയുടെ അനിയത്തിയുടെ കെട്ടിയോൻ്റെ അനിയൻ്റെ മൂത്ത മകൻ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അതുകൊണ്ട് ഉണ്ടക്കണ്ണൻ അന്ത്രുവിൻ്റെ കുടൽമാല ചൂടുന്ന വിഷയത്തിൽ പോലീസ് മൂരാച്ചികൾ എതിരാണ്. നോക്കൂ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും മുതലാളിത്ത കൂട്ടുകെട്ടും ഉണ്ടക്കണ്ണൻ അന്ത്രുവിനെ എട്ടുകാലി മമ്മൂഞ്ഞിനും കൂട്ടുകാർക്കും എന്തു ചെയ്യുവാൻ സാധിക്കും? ഇങ്ങനെ ദുഃഖമയവും അനിശ്ചിതത്വവുമായ ദിവസങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഘോര വാർത്തയുമായി എട്ടുകാലി മമ്മൂഞ്ഞി മണ്ടൻ മൂത്താപ്പയുടെ ചായക്കടയിലെത്തി. അപ്പോൾ അവിടെ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും മണ്ടൻ മൂത്താപ്പയും ഒറ്റക്കണ്ണൻ പോക്കരും 2 പോലീസ് മൂരാച്ചികളും ഈ വിനീത ചരിത്രകാരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടുമായിട്ട് എട്ടുകാലി മമ്മൂഞ്ഞി ചോദിച്ചു, സംഗതി അറിഞ്ഞോ? പിന്നെ കുറേ സമയത്തേക്ക് എട്ടുകാലി മമ്മൂഞ്ഞിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദുഃഖത്തിൻ്റെയും കോപത്തിൻ്റെയും വേദനയുടെയും ഒരു മൂർത്തിയായി രൂപാന്തരപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം കണ്ണുനീർ ചിതറിക്കൊണ്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, ആ ഉണ്ടക്കണ്ണൻ ഹറാം പിറന്നു നമ്മുടെ പുന്നാര മകനെ കൊന്ന് നമ്മുടെ കെട്ടിയോളായ താച്ചിനെ കെട്ടുകയും ചെയ്തു. ചരിത്ര വിദ്യാർത്ഥികളെ, എന്തു ചെയ്യും? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായിട്ടുള്ളൊരു കഥയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ എന്ന് പ്രശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.